യേശു ഒരു കുരുടനെ സൗഖ്യമാക്കിയത് നമുക്കറിയാം. യേശു നിലത്ത് തുപ്പി ചേറുണ്ടാക്കി അവൻ്റെ കണ്ണിൽ പൂശി. ശീലോഹാം കുളത്തിൽ പോയി കഴുകുവാൻ പറഞ്ഞു. യേശു നിലത്ത് തുപ്പി ചേറുണ്ടാക്കുന്ന സമയം കുരുടൻ യേശുവിൻ്റെ മുൻപിൽ നിൽപ്പുണ്ടായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ, എന്താ എനിക്ക് കാഴ്ച ലഭിക്കാൻ സമയമെടുക്കുന്നത്, യേശുവിൻ്റെ ഒരു വാക്ക് പോരെ എന്ന് വിചാരിച്ച് ചിന്തിച്ച് നിൽക്കുന്ന ഒരു കുരുടൻ. അവനു വേണ്ടി പ്രവർത്തിക്കുന്ന യേശുവിനെ കാണുവാൻ ആ കുരുടന് കഴിഞ്ഞില്ല. ഇപ്പോൾ തന്നെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കണം എന്ന ചിന്തയുമായി നിൽക്കുന്ന എന്നെ തന്നെയാണ് എനിക്ക് അവിടെ കാണാൻ സാധിച്ചത്. കാനാവിലെ കല്യാണത്തിന് യേശു പറഞ്ഞൊരു വാക്കുണ്ട്. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ യേശുവിനോട് പറഞ്ഞു, അവർക്ക് കുടിപ്പാൻ വീഞ്ഞില്ല എന്ന്. അതിന് യേശു പറഞ്ഞ മറുപടിയാണ്, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ഒന്ന് നാം മറന്നുപോകരുത്. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഒരു സമയമുണ്ട്. അത് നാം ആഗ്രഹിക്കുന്ന സമയത്ത് ആകണമെന്നില്ല. വിഷയം സ്തോത്രത്തോടുകൂടെ ഏൽപ്പിച്ചാൽ പിന്നെ നാം ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുക എന്നതാണ്. അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തുക തന്നെ ചെയ്യും. കുരുടനോട് എനിക്ക് പറയുവാനുള്ളത്, കാഴ്ച അപ്പോൾ തന്നെ ലഭിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നു. പക്ഷേ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് നീ അറിയുന്നില്ല. ഇപ്പോൾ തന്നെ കാഴ്ച ലഭിച്ചില്ല എന്ന് കരുതി യേശു നിനക്ക് വേണ്ടി പ്രവർത്തിക്കാതെ ഇരിക്കുന്നില്ല. നാം ഇങ്ങനെ വായിക്കുന്നു, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. നമ്മുടെ ചില പ്രാർത്ഥനകളുടെ മുന്നിൽ ദൈവം നിശബ്ദനായിരിക്കുമ്പോൾ ഓർക്കുക, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയമാണിത്. അത് കഴിഞ്ഞാൽ ആ അത്ഭുതം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് തന്നെ കാണും. ആമേൻ.